നമസ്കാരം. മകം നക്ഷത്രം 2024 ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. ഇവർക്ക് ശനി 7-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. 2025 വരെ ശനി 7-ലാണ് ഗോചരം ചെയ്യുന്നത്. എങ്കിലും മകം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഗുണങ്ങൾ ഏറിയിരിക്കുന്ന ഒരു കാലം എന്ന ശശമഹായോഗമൊക്കെ അനുഭവയോഗ്യമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പൊതുവിൽ 7-ൽ നിൽക്കുന്ന ഈ ശനി ചിലവർക്ക് ദോഷങ്ങൾ കൊണ്ടുതരികയും മകം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ഗുണം മാത്രമൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും 2023 അപേക്ഷിച്ച് 2024 എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു വർഷം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പ്രത്യേകിച്ച് ഒരു മധ്യപ്രായം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഇനി വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്തു തീർക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിനിടയിൽ എന്നും ശനിയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, പ്രത്യേകിച്ച് രോഗാതുരമായിട്ടുള്ള അവസ്ഥകൾ വന്നാൽ. അതുകൊണ്ട് 2024 എന്ന് പറയുന്നത് മകം നക്ഷത്രക്കാർക്ക് പുതിയ ഒരു വർഷം, നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മകം നക്ഷത്രത്തിലേക്ക് കടക്കാം. പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ വരുന്ന 2024 എന്ന് പറയുന്ന വർഷം. വർഷത്തിൻ്റെ ആദ്യ പകുതിയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചേറെ സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരുമെങ്കിലും കർമ്മരംഗത്ത് പല ഉയർച്ചകൾക്കും സാധ്യമാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബാധ്യതകൾ ഏറ്റെടുക്കാനും അത് പൂർണ്ണതയിലെത്തിക്കാനും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലയളവും കൂടിയാണ് ഈ വരുന്ന 2024 എന്ന് പറയുന്ന വർഷം. പങ്കാളിത്ത ബിസിനസ് നഷ്ടത്തിൽ കലാശിക്കുന്നത് കൊണ്ട് പങ്കാളിത്ത ബിസിനസ് തുടങ്ങാതിരിക്കുന്നതും തുടങ്ങി വച്ചിട്ടുള്ള പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് പങ്കാളികളെ ഒഴിവാക്കി ഒറ്റയ്ക്ക്, അതായത് സ്വമേധയാ അത് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. സ്വയം തൊഴിലുകളോ മറ്റു തരത്തിലുള്ള കച്ചവടങ്ങളോ, ചെറുകിട കച്ചവടങ്ങളോ, ചെറിയ വ്യാപാരങ്ങളോ, ചെറിയ സ്വയം തൊഴിലുകളോ, കുടിൽ വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുകൂടിയുള്ള ഒരു നല്ല അവസ്ഥകളൊക്കെ സാധ്യമാകുന്നുണ്ട്. വിദേശത്ത് നിന്ന് നല്ല സന്ദേശങ്ങളും നല്ല വാർത്തകളൊക്കെ ശ്രവിക്കുകയും പണവും ലഭിക്കുന്നത് മൂലം നിങ്ങൾക്ക് മനസ്സിന് ഉന്മേഷമുണ്ടാക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാകുന്നതാണ്. മറ്റുള്ളവരുടെ സ്നേഹത്തിനും ആദരവിനും നിങ്ങൾ പാത്രീഭവിക്കുന്നതും ഗവേഷണ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അവർക്ക് നല്ല ഒരു വർഷം തന്നെയായിരിക്കും ഈ 2024 എന്ന് പറയുന്നത്. ഉദര സംബന്ധമായിട്ടും നേത്ര സംബന്ധമായിട്ടും രോഗങ്ങൾക്കൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് രോഗങ്ങൾക്കൊക്കെ യഥാസമയത്ത് ചികിത്സകൾ തേടുന്നത് നന്നായിരിക്കും. വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിച്ച തരത്തിൽ ഒരു വാഹനം പുതിയതോ സെക്കൻഡ് ഹാൻഡോ ആയാലും വാഹനം വാങ്ങാനൊക്കെ ആയിട്ട് അവസരങ്ങൾ വരുന്നുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടി വരുന്നതാണ്. വസ്തു, വീട് ഇവ സ്വന്തമാക്കാനും അത് നിലവിൽ നമ്മളെ ആസ്തിയിലേക്ക് വരുത്തുന്നതിനും അതുപോലെ തന്നെ ഭവനം പുതുക്കിപ്പണിയുവാനും ഭവനത്തിൽ താമസയോഗ്യമാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു കാലം തന്നെയാണ് ഈ വരുന്ന ഒരു വർഷക്കാലം. പ്രത്യേകിച്ച് ബാങ്ക് ലോണുകളൊക്കെ എടുക്കാനായിട്ട് നോക്കിയിട്ട് തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നവർക്ക് ഇപ്പോൾ പുതിയ ബാങ്ക് ലോണുകളൊക്കെ കിട്ടുന്നതാണ്. സ്വന്തം വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്നതും അതുമൂലം നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ചില ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്വന്തം വീട് വിട്ട് കുടുംബാംഗങ്ങളെ പിരിഞ്ഞിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദുഃഖമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല. വീട് വിട്ട് താമസിക്കാൻ യോഗമുള്ളത് കൊണ്ട് തന്നെയാണ് സ്വന്തം വീട് വിട്ട് മാറി താമസിക്കേണ്ടി വന്നത്. അധ്യാപക രംഗത്തും വിദ്യാഭ്യാസപരമായ രംഗത്തൊക്കെ ഉള്ളവർക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കും അധ്യാപക രംഗത്തുള്ളവർക്കുമൊക്കെ പ്രതികൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. മറ്റുള്ള ജനങ്ങളിൽ നിന്ന് ദുഷ്കീർത്തി, അപവാദം ഇതൊക്കെ അനുഭവയോഗ്യമാകുന്ന ഒരു കാലം തന്നെയാണ് ഈ വരുന്ന 2024 എന്ന് പറയുന്ന വർഷം. ബിസിനസ് ചെയ്യുന്നിട്ടുള്ള ബിസിനസ്സുകാർക്ക്, വൻകിട ബിസിനസ്സുകാരാണെങ്കിലും ചെറുകിട ബിസിനസ്സുകാരാണെങ്കിലും ഹോൾസെയിൽ പോലെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെയേറെ സഹായ സഹകരണങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതാണ്. ബന്ധുജനങ്ങളൊക്കെ നിങ്ങളുടെ സഹായത്തിനെത്തുന്നതും അവരുടെ സഹായത്തോടു കൂടി, ബന്ധുമിത്രാദികളുടെയൊക്കെ സാമ്പത്തിക സഹായത്തോടു കൂടി നിങ്ങൾക്കൊരു പുതിയ തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. കമ്മീഷൻ ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് കൂടുതൽ വരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. കോടതി കേസുകളിലൊക്കെ പരാജയങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായ വിധി വന്നു ചേരുന്നതാണ്. ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പങ്കാളികളുമായിട്ടുള്ള
വാക്കുകളും സംസാരങ്ങളും ഒക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഒഴിവായിരിക്കുന്നത് ആണ്. അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളൊക്കെ മാറി നിൽക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതും സന്താനങ്ങളുടെ വിവാഹ കാര്യവും തീരുമാനമാകുന്നതാണ്. ചിലവുകൾ അധികരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം വരവും ചിലവും തുല്യമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷ പരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം മഹാദേവന് നിങ്ങൾ 108 കുടം ധാരയെങ്കിലും ചെയ്യാനായിട്ട്, എല്ലാ ശനിയാഴ്ചയും പറ്റിയില്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ധാരയും, ഒപ്പം പക്കപ്പിറന്നാളിൽ 108 കുടം ധാര, പിൻവിളക്ക്, നെയ്വിളക്കായിട്ട് പിൻവിളക്ക് കത്തിക്കുക. പിന്നെ ഒപ്പം തന്നെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 1008 ജപിക്കുക. ദേവീ മാഹാത്മ്യം 11-ാം അധ്യായവും 5-ാം അധ്യായവും നിരന്തരം എല്ലാ ചൊവ്വയും വെള്ളിയും പാരായണം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചെയ്യുന്നതും ക്ഷേത്ര ദർശനം ജീവിതത്തിൽ ഒരു നിത്യചര്യയായി മാറ്റുന്നതുമൊക്കെ നിങ്ങളുടെ ദോഷ പരിഹാരമായിട്ട് ഉത്തമമാണ്. കൂടാതെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ജാതകത്തിലെ ദശാകാലവും അന്തർദശാകാലവും ഇപ്പോഴത്തെ ഏജ് അനുസരിച്ച് ഇനി എന്താണ് മുന്നോട്ടേക്ക്, രോഗദുരിതങ്ങളാണോ കൂടുതൽ, സാമ്പത്തിക ദുരിതങ്ങൾ മാറുമോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് രോഗാദി ദുരിതങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളോ അതുപോലെ തന്നെയുള്ള സഞ്ജീവനി മന്ത്രം കൊണ്ടുള്ള പൂജയോ ഏലസുകളൊക്കെ ധരിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും.